ഹലോ, ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് പാചകവും ഡെയിലി മുഖത്തിടാനുള്ള ഫേസ് പാക്ക്, അതായത് നമ്മുടെ ചെറുപ്പത്തെ എന്നും നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഫേസ് പാക്കാണ്. നിങ്ങൾ ഇത് മുടങ്ങരുത്. കാരണം ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ യുവത്വം എപ്പോഴും നിലനിൽക്കും. ഇപ്പം നിങ്ങൾ പറയുന്നുണ്ട് അവിടെ മോന്ത കണ്ടില്ലേ കിളവിയെപ്പോലെ ഇരിക്കുന്നത്, കിളവിയ പിന്നെ അവൾ വലിയ ചെറുപ്പം നിലർത്തിയിട്ട് എന്ത് വിശേഷം അവിടെ മോന്ത കണ്ടില്ല. അങ്ങനൊന്നും ആരും പറയണ്ട. നമുക്ക് മുഖത്തല്ല ചെറുപ്പം, നമ്മുടെ ശരീരത്താണ്. കാരണം ശരീരം എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്റ്റീവായിട്ട് നടക്കുന്നതിൻ്റെ, ഓടിച്ചാടി പണിയെടുക്കുന്നതിൻ്റെ അതാണ് നമ്മുടെ ചെറുപ്പം എന്ന് പറയുന്നത്. അല്ലാണ്ട് സൗന്ദര്യമോ ഇതൊന്നും അല്ല കേട്ടല്ലോ. പിന്നെ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ എന്നും കണ്ടുകൊണ്ടിരിക്കണം. ഒരു ഇടവേള കഴിയുമ്പോൾ, കുറച്ചുകൂടെ കഴിയുമ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പല പല ചിന്തകളുണ്ട്. പലത് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതെന്താണെന്നുള്ളത് പിന്നീട് ഞാൻ അറിയിക്കും. കാരണം കുറേ കൂടെ ആവട്ടെ. എനിക്ക് പൈസ ആണെങ്കിലും എല്ലാ മാസങ്ങളിൽ കിട്ടുന്നുണ്ട്. അത് ഒത്തിരി അങ്ങല്ലല്ലോ നമുക്ക് കിട്ടുന്നത്, കുറച്ചല്ലേ. ഇപ്പം കുറേ കൂടെ ഒക്കെ ആയിക്കഴിഞ്ഞിട്ട് ഞാൻ അതിനൊക്കെ എന്താണേലും അങ്ങനെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം എല്ലാവരുമായിട്ടൊക്കെ ഞാൻ കോണ്ടാക്റ്റ് ഒക്കെ ചെയ്യും. പിന്നെന്താണ് പറയേണ്ടത്, ഞാൻ ചില ദിവസങ്ങളിൽ ആലോചിക്കാറുണ്ട്, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നെറ്റ് ചാർജ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ ഒക്കെ ഇരുന്ന് കാണുന്നു, നിങ്ങളുടെ പൈസ എല്ലാം പോകുന്നു. അങ്ങനെയൊക്കെ എൻ്റെ മനസ്സിൽ കൂടെ ഓരോന്ന് ചിന്ത വരാറുണ്ട് കേട്ടോ. എത്രയോ ഇല്ലാത്തവരിരുന്ന് ചാർജിങ് ചെയ്ത് നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോ കാണുന്നല്ലേ. അവർക്കൊരു രസമുണ്ട് കാണുന്നതിനും, പക്ഷെ അവരുടെ പൈസ പോകുന്നത്, നമ്മുടെ ഒന്നും പോകുന്നില്ല അല്ലേ. എനിക്കതിനകത്തൊക്കെ ഒരു എന്താ പറയണ്ടേ, ഒരു ഭയങ്കര ഒരു ഇതുണ്ട്. അപ്പം ഞാൻ കുറച്ചുകൂടെ മുമ്പോട്ട് പോയിട്ട് എല്ലാവരും കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ അതിനകത്തോട്ടൊക്കെ വരാൻ പറ്റത്തുള്ളൂ. കമൻറ്റും ഒക്കെ ഇട്ട് തുടങ്ങണം കേട്ടോ. അപ്പം ഇന്നത്തെ പ്രധാനപ്പെട്ട വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസ് പാക്ക് ചെറുപ്പം നിലനിർത്താനുള്ളതാണ്. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം നമുക്ക് എന്താ വീഡിയോ എന്നുള്ളത് കണ്ടു നോക്കാം. അങ്ങനെ രാവിലെ തന്നെ എൻ്റെ പുളിയെല്ലാം കഴിഞ്ഞു കേട്ടോ. പുളി കഴിഞ്ഞ അമ്പലത്തിൽ പോയി തൊഴുതു വന്നു. അമ്പലത്തിൽ പോകുന്നതിന് മുമ്പ് തന്നെ വെള്ളം എല്ലാം കുടിക്കാനുള്ള തിളപ്പിച്ചെല്ലാം വെച്ചിട്ടാണ് പോയത്. ഇനി നമുക്ക് ചപ്പാത്തി മുട്ടക്കറിയാണെന്ന് അരിക്കുള്ള വെള്ളം വെച്ചതേ ഉള്ളൂ കേട്ടോ. വന്നു കഴിഞ്ഞാൽ സാധാരണ രാവിലെ തന്നെ അരിക്കൊക്കെ വെള്ളം വെക്കുന്നതാണ്. എന്ത് പറയാനാ, അമ്പലത്തിലൊക്കെ പോയി വന്നു കഴിയുമ്പോൾ എല്ലാ ശനിയാഴ്ച ഞാൻ പോകുന്നുണ്ട്. അപ്പം അതവിടെ ഇരിക്കട്ടെ. ഇരുന്നിട്ട് നമുക്ക് ഇച്ചിരി അരിയും കൂടെ കഴിഞ്ഞെടുത്തോണ്ട് വരാം. ഇതൊക്കെ ആവുമ്പോഴത്തേക്ക് ഓക്കെ. അപ്പം നമ്മുടെ അരിയൊക്കെ കഴുകി എടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇട്ട് കൊടുത്താൽ ഇവിടെ തിളയ്ക്കാനൊന്നും ഞാൻ നോക്കി നിൽക്കത്തില്ല. പണ്ടൊക്കെ അരി തിളയ്ക്കാനൊക്കെ നോക്കി നിൽക്കുന്നത്. ഇപ്പോഴും അങ്ങനത്തെ ആൾക്കാരൊക്കെ കാണും കേട്ടോ. ഞാൻ അവരെ ഒന്നും പറയുന്നില്ല. പക്ഷെ ഞാൻ തിളയ്ക്കാൻ നിൽക്കത്തില്ല, വെള്ളം തിളയ്ക്കാൻ നിൽക്കത്തില്ല. ഞാൻ അരിയൊക്കെ ഇട്ടേക്കും. ആ ജോലിയും കൂടെ നമ്മളെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെറുതെ അങ്ങ് നിൽക്കാമല്ലോ. എന്നിട്ട് തിളയ്ക്കുമ്പോൾ എടുത്ത് ചാക്സന്റെ കുക്കറിലോട്ട് എടുത്ത് വെച്ചാൽ മതിയല്ലോ. അപ്പം ഞാൻ അമ്പലത്തിൽ പോയി ഇങ്ങനെ കയറി വണ്ടിയും കൊണ്ട് കയറി ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു ചേച്ചി ഒരു കുഞ്ഞാവെ എടുത്തോണ്ട് നിൽക്കുന്നത് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എന്നെ നോക്കി നല്ല ചിരി ഒരു ചാറ്റയൊക്കെ തന്നെ. ഞാൻ വണ്ടിയിലായതുകൊണ്ട് എനിക്ക് ചാറ്റ കൊടുക്കാൻ പറ്റില്ല. ഞാൻ ചിരിച്ചൊക്കെ കാണിച്ചു. അപ്പം ഞാനൊത്ത് ഒരു പ്രായം വെച്ചാട്ടോ. അപ്പം ഞാൻ എൻ്റെ കുഞ്ഞിനെ, നമ്മുടെ പിള്ളേരെ വളർത്തിയതും നമ്മളെടുത്തോണ്ട് നിന്നതും ഒക്കെ ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പം ഞാൻ നമ്മുടെ ഉണ്ണിവാവാവ പാട്ടില്ലേ, അതൊക്കെ ഒന്ന് ഇരുന്ന് ആലോചിച്ചു. ആ പാട്ടൊക്കെ ഞാൻ പാടി കേൾപ്പിക്കാൻ കേട്ടോ. പിന്നെ ഇന്ന് ഒത്തിരി സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അല്ല എൻ്റെ കാലിൻ്റെ ക്രീമിൻ്റെ ഒക്കെ അതെല്ലാം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. വീഡിയോയിൽ തന്നെ പറയാതെ മെസ്സേജ് വിട്ടാൽ ശരിയാകത്തില്ലല്ലോ എന്നൊക്കെ വീഡിയോയിൽ ഞാൻ പറയാമല്ലോ എന്ന് ഓർത്തു കേട്ടോ. ഞാൻ പറഞ്ഞുതരാം, ഒന്നും പറയാതിരിക്കത്തില്ല കേട്ടോ. ഞാൻ ചെയ്യുന്ന ഈ മേലാന്നും പേരൊക്കെ ഇന്നലെ കാണിച്ചപ്പോൾ ശരിയായി കാണാൻ പറ്റുന്നില്ലായിരുന്നു തോന്നുന്നു അല്ലേ. അതിനെന്നാ കാണിച്ചു തരാമല്ലോ. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അതിനെ ഞാൻ ആരെയാണ് കാണിക്കുന്നത്. അപ്പം ഇച്ചിരി കൂടെ എടുത്തോണ്ടൊക്കെ. അപ്പം നമ്മളിവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പാട്ടും കൂടെ പാടാം അല്ലേ. എൻ്റെ മോനെ വിളിക്കണം എന്ന് പഠിക്കാൻ. അവനെ ഞാൻ വിളിച്ച് പഠിക്കാൻ. മോനെ പഠിക്കാൻ എഴുന്നേക്കടാ, മോനെ പഠിക്കാൻ എഴുന്നേക്കടാ, മോനേന്ന് പറഞ്ഞാൽ ഉടനെ അവൻ ചാടിയൊന്നും എഴുന്നേക്കത്തില്ല കേട്ടോ. അത്ര വലിയൊന്നുമില്ല. പിന്നെ 8-ന് വിളിച്ചാലേ 8:30 എഴുന്നേക്കത്തുള്ളൂ. രാത്രി ഒത്തിരി നേരം ഇത് പഠിച്ചു കേട്ടോ.
സൂര്യഭഗവാൻ ഇങ്ങോട്ട് നോക്കുന്നതുകൊണ്ട് ഇച്ചിരി നമ്മുടെ വീഡിയോയ്ക്ക് ശകലം വെട്ടത്തിന്റെ എന്തോ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. സൂര്യഭഗവാൻ എന്നും കിഴക്കൂന്ന് എന്നെ എത്തി നോക്കാറുണ്ട്. നല്ലതല്ലേ സൂര്യഭഗവാനെ? ഇതുണ്ട് എന്നാ വെയിലാ നോക്കി എന്റെ മേത്തടിക്കുന്നുണ്ട്. നമ്മുടെ ഈ ജനലിനകത്തുനിന്ന് അടുക്കളയിലോട്ട് വെയിൽ അങ്ങനെ അടിച്ചോണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ മുട്ടമാരെയൊക്കെ അങ്ങോട്ട് പൊളിച്ചേക്കാം കേട്ടോ. ഞാൻ ഉപ്പ് ശകലം ഇട്ടിട്ടാണ് വേഗം വെക്കുന്നത്. അപ്പം ഒരു തരി പോലും തോട് പോകത്തില്ല എന്നുള്ളതായിരുന്നു ഇതുവരെയുള്ള നിഗമനങ്ങൾ. ചില സമയത്ത് നമ്മൾ പറയുന്നത് നേരെ തിരിഞ്ഞു പോലെ. കാരണം ചിലപ്പം നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് നോക്കുമ്പം തോടെല്ലാം ചിലപ്പം തോടും തൊലിയും ദശയും എല്ലാം കൂടെ പോരും. ചിലപ്പം ശരിയാവും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം നമുക്ക് ഇതൊക്കെ പൊടിച്ച് സബോളയാണ് വഴറ്റാനിട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ ആ വഴറ്റാനിട്ട സബോള വഴറ്റിയിടാൻ കഴിഞ്ഞ് നമുക്ക് ചേരുവകളെല്ലാം ചേർക്കണ്ടേ. ചേരുവകയെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് കാണാം. അല്ലെ നമ്മുടെ വീഡിയോ നീണ്ടു പോകും. നമ്മുടെ ആൾക്കാർ നമ്മളെ തല്ലി ഓടിക്കും കേട്ടല്ലോ. അങ്ങനെ നമ്മുടെ മുട്ടക്കറിയൊക്കെ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ചപ്പാത്തി ഇത് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. ചോറാണെങ്കിലോ തിളയ്ക്കണോ വേണ്ടിയോ എന്നും പറഞ്ഞ് അങ്ങനെ ആലോചിച്ചിരിക്കുന്നു. അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു കഴിഞ്ഞു കേട്ടോ. ദാ ഞങ്ങൾക്കിന്ന് കൊഴുവ പീര വെക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ദാ നമ്മുടെ കൊഴുവ വറക്കാനും വെച്ചിട്ടുണ്ട്. അയ്യോ വറക്കാൻ വെച്ചേ ലൈറ്റ് ഇത് കത്തിച്ചില്ല. എന്നതാ എൻ്റെ കാര്യല്ലേ. പിന്നെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇതാ മതി. ഇന്നലത്തെ മെഴുക്കോരട്ടി ഞാൻ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ, അത് മതി. നമ്മുടെ ടിപ്സിനുള്ള ജ്യൂസ് ഞാൻ എടുത്ത് വെച്ചു കേട്ടോ. ഇന്ന് ജ്യൂസ് മാംഗോ ജ്യൂസ് ഉണ്ടാക്കിയപ്പം ഇതിനകത്ത് നിന്നൊരു ടിപ്സിന് വേണ്ടിയിട്ട് ശകലം എടുത്തു വെച്ചിട്ടുണ്ട്. ജ്യൂസറിനകത്താകുമ്പോൾ ടിപ്സിനൊക്കെ കറക്റ്റ് മാങ്ങ ജ്യൂസായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ അരിക്കുകയും വേണ്ട ഒന്നും വേണ്ട, മാങ്ങയുടെ ജ്യൂസ് തന്നെ ഇത്. അപ്പം നമ്മുടെ ഉച്ച വരെയുള്ള പണികളെല്ലാം കഴിഞ്ഞു കേട്ടോ. എന്നൊക്കെയാണ് ഞാൻ കാണിച്ചു തന്നു. അപ്പം നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ അടിപൊളി ഒരു എന്നും ചെറുപ്പമായിട്ട് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഈ ഫേസ് പാക്ക് ഡെയിലി അപ്ലൈ ചെയ്യാവുന്ന കേട്ടോ. ഒരു കുഴപ്പമില്ല. ഇതാ നമ്മുടെ മാങ്ങാ ജ്യൂസ്. പിന്നെ ഇതെല്ലാം പരിചയപ്പെടുത്തി നിങ്ങൾക്ക് തരാൻ ഞാനിവിടെ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ എന്തൊക്കെയാണെന്നുള്ളത്. എനിക്കൊരു മിനിറ്റ്. അപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മാങ്ങാ ജ്യൂസ് ഇത് ഞാനിപ്പം ജ്യൂസ് കുടിക്കാൻ നമ്മുടെ ജ്യൂസറിനകത്ത് ജ്യൂസ് ഉണ്ടാക്കിയായിരുന്നേ. അപ്പം ഞാൻ ഓർത്തു നമ്മുടെ ഫേസ് പാക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഞാനിപ്പം തേക്കുന്നില്ല കേട്ടോ. കാരണം മുഴുവൻ രാവിലെ സൺക്രീം ഇട്ടാണ്. സൺക്രീം ഇട്ട കാര്യം പറയാൻ വന്നപ്പോഴത്തേക്കാണ് ഞാൻ ഓർത്തത്. അപ്പം ഞാനിത് സൺക്രീം ഇനി എനിക്ക് പുറത്തുനിന്ന് വേണം. സൺക്രീമൊക്കെ അങ്ങനെ എടുത്ത് കളയാൻ പറ്റുമോ? സൺ പ്രൊട്ടക്ഷൻ ക്രീമൊക്കെ രാവിലെ ഒന്ന് ഇട്ട് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി മുഖം കഴുകിയിട്ട് ഈ ഫേസ് ഇതിടുമ്പോഴത്തേക്കോ അത്രയും നഷ്ടമല്ലേ നമുക്കാണ്. ഇനിയും പുറത്തൊന്നുകൂടെ പോകണം. അതുകൊണ്ടാണ് കഴുകാത്തത്. അപ്പം ഞാൻ ഇട്ട് സൺ പ്രൊട്ടക്ഷൻ ക്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഏതാണ് എൻ്റെതെന്ന്. ഇതാണ് എൻ്റെത്. ലോറലിൻ്റെ ആണ് എൻ്റെത് കേട്ടോ. ലോറലിൻ്റെ UV ഡിഫെൻഡർ ഇൻവിസിബിൾ റെസിസ്റ്റൻറ്റ് 50 ആണ് SPF കേട്ടോ. ലോറൽ പാരീസിൻ്റെ 50 SPS. ഇതാണ് എൻ്റെ പിന്നെ സൺ പ്രൊട്ടക്ഷൻ ക്രീം. ഇതിന് എത്രയായിരുന്നെന്നുള്ളത് എൻ്റെ കവറയിലായിരുന്നു കേട്ടോ. എത്ര രൂപയാണെന്നുള്ളത് എനിക്ക് വില ഉണ്ട് കേട്ടോ. നല്ല വിലയുണ്ട്. ലോറലിൻ്റെ എല്ലാ ക്രീമിനും വിലയുണ്ടല്ലോ. ഇത് എന്നോട് ഇന്നലെ ഒത്തിരി ആൾക്കാർ ചോദിച്ചിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇത് ഏതായിരുന്നു ഉപയോഗിക്കുന്നത്. അതാണ് ഇത്. പിന്നെ എന്നോട് ചോദിച്ചു കാലിൻ്റെ സോഫ്റ്റ് ആകാൻ, എൻ്റെ കാലിൻ്റെ വെള്ളയൊക്കെ. ഒരു സബ്സ്ക്രൈബർ ചേച്ചിയുടെ കാലിൽ നല്ല രസം ഇപ്പോഴായത് അങ്ങനെയൊക്കെ കേട്ടോ. ഇങ്ങനെയൊക്കെ നോക്കാൻ തുടങ്ങിയ പിന്നെ അതിനു മുമ്പ് കാക്ക തീട്ടം ചകഞ്ഞ പോലായിരുന്നു എൻ്റെ കാലിരുന്നത്. ഇത് മോയിസ് MOIZ ഹൈഡ്രോ ബൂസ്റ്റ് ക്രീം ഓൾ സ്കിൻ ടൈപ്സ് ഇൻക്ലൂഡിങ് സെൻസിറ്റീവ് സ്കിന്ന് കേട്ടല്ലോ. ഷിയ ബട്ടർ ഇതൊക്കെയുള്ളതാണ് ഇതിനകത്ത്. ഇതാണ് അത്. ഇത് കേട്ടോ മോയിസ്. മനസ്സിലായല്ലോ. ഇതിന് റേറ്റ് എത്രയായിരുന്നു? ഇതിന് 520 രൂപ കേട്ടോ. 520 രൂപ. ഇത് അടിപൊളിയാട്ടോ. നല്ല സ്മൂത്ത്, കാലൊക്കെ നല്ല അടിപൊളിയാണ്. പിന്നെ എന്നോട് ചോദിച്ചു ഇതായിരുന്നു അല്ലേ.
ഇത് നമ്മൾ കുളി കഴിഞ്ഞിട്ട് മേലും മുഴുവൻ അപ്ലൈ ചെയ്യുന്ന ബോഡി സ്കിൻ സ്മൂത്ത് അലോവേര ആൻഡ് ഒലിവ് ബട്ടർ പെർഫ്യൂം ബോഡി ലോഷൻ കേട്ടോ. എൻചാൻറ്റർ എൻ്റെ പേര് സ്പെല്ലിംഗ് എഴുതിക്കോണം. ENCHANTEUR. ഇതാണ് ഇത് കേട്ടല്ലോ. ചാർമിങ് പോൺസിന്റെ അല്ല കേട്ടോ. ആരും എന്നോട് പോൺസിന്റെ ആണോന്നൊക്കെ ചോദിച്ചു. അല്ല കേട്ടോ. ഇതാണ് ഇതിന്റെ. നോക്കി ഫോട്ടോ എടുത്തോ. വേണ്ടിയവർക്ക് അടിപൊളിയാണ്. ഡെയിലി യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇത് മനസ്സിലായല്ലോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ എന്നും ചെയ്യാവുന്ന ഒരു ഫേസ് പാക്ക് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്ന് ചെയ്യാത്തതിന്റെ കാരണം പറഞ്ഞല്ലോ. ജ്യൂസ്, നമ്മുടെ മാംഗോ ജ്യൂസ്. ഇതാ പ്രത്യേക ഇതിനകത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് സാധനം ഇതാണ്. ഈ മാംഗോ ജ്യൂസാണ്. ഇത് ജ്യൂസറിനകത്ത് എടുത്തോണ്ട് അരിക്കൊന്നും വേണ്ടല്ലോ, ജ്യൂസായിട്ട് തന്നെ നമുക്ക് കിട്ടും. എല്ലാവർക്കും ഇപ്പം ജ്യൂസറും എനിക്കൊക്കെ തന്നെ കുറച്ചായതുള്ളൂ വാങ്ങിച്ചിട്ട്. ഇല്ലാത്തവർ മാങ്ങയുടെ ജ്യൂസ് പിഴിഞ്ഞെടുക്കുക കേട്ടല്ലോ. ഒരരിപ്പ വെച്ച് ഇങ്ങനെ കാണിക്കുമ്പോൾ അത് നല്ല ജ്യൂസായിട്ട് തന്നെ കിട്ടും. ഒരു 2 സ്പൂണ്, അത് എത്ര സ്പൂണ് നമുക്ക് പറയാൻ വരട്ടെ. പിന്നെ നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടി 2 സ്പൂൺ ഗോതമ്പ് പൊടി ആദ്യം എടുക്കുക. പിന്നെ നമ്മൾ അതിനകത്തോട്ട് ഈ മാങ്ങാ ജ്യൂസ് ഒരു 2-3 സ്പൂൺ ഒഴിക്കാം കേട്ടോ. അത് ഇടുക. പിന്നെ നമുക്ക് നല്ല കട്ട തൈര് ആവശ്യത്തിന്, അതായത് ഇത് കുഴയാനുള്ള. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ തൈരിന് പകരം നിങ്ങളുടെ ഡ്രൈ സ്കിൻ, അങ്ങനെ പല സ്കിന്നിന് അതിന് പാലാണേലും ചേർക്കാം, തൈരിന് പകരം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്തോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ രക്തചന്ദനപ്പൊടി ചേർക്കാം, ശകലം തേൻ ചേർക്കാം. ഞാനിതൊന്നും ചേർക്കാതെ ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 2 സ്പൂൺ ഗോതമ്പ് പൊടി എടുക്കും. അതിനകത്തോട്ട് ഈ മാങ്ങാ ജ്യൂസ് ആവശ്യത്തിന് ചേർക്കും. എത്ര സ്പൂണൊന്നൊന്നുമില്ല, ആവശ്യത്തിന് ചേർക്കും. 1 സ്പൂൺ തൈര് ചേർക്കും. നന്നായിട്ട് മിക്സ് ചെയ്യുക. മുഖത്ത് നന്നായിട്ട് ഏത് സാധനവും മുഖത്ത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത്? മസാജ് ചെയ്യണം. അതായത് ബ്ലഡിനെ നമ്മൾ അങ്ങോട്ട് ഓടിക്കുക, നമ്മുടെ മുഖത്തൂടെ ഓടിക്കുമ്പോൾ മാത്രമേ നമ്മുടെ മുഖം ക്ലീൻ ആവത്തുള്ളൂ. അങ്ങനെ നല്ല രക്തമയം പോലെ നമുക്ക് വരും. അപ്പം അത് നന്നായിട്ട് തേച്ചതിന് ശേഷം അപ്ലൈ ചെയ്തിട്ട് നമ്മളൊരു ഡ്രൈ ആകുന്നിടം വരെ കേട്ടോ. അല്ലാണ്ട് ഇത്ര മിനിറ്റൊന്നൊന്നുമില്ല, ഡ്രൈ ആകുന്നിടം വരെ, അതായത് ഫാനിൻ്റെ ഒന്നും മുമ്പിൽ പോയിരിക്കല്, ഡ്രൈ ആവുന്നിടം വരെ ഇരുന്നിട്ട് വെറും നോർമൽ വാട്ടറിൽ കഴുകിക്കളയുക. ദിവസവും ചെയ്യാം. നിങ്ങളുടെ സ്കിന്ന്, ചെറുപ്പക്കാർ തോറ്റുപോകും. നിങ്ങളുടെ സ്കിൻ കണ്ട ചെറുപ്പം എന്ന് നിലനിർത്താൻ അടിപൊളി പായ്ക്കാണ് കേട്ടോ. അപ്പോൾ ഞാനിനി നിങ്ങൾ ഇന്നലെ കുറേ ആൾക്കാർ കമൻറ്റ് ഇട്ടിട്ടുണ്ട്, ഞാൻ നോക്കട്ടെ. അപ്പോൾ ഞാൻ പോയി നോക്കി ആരെന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ശ്രീവിദ്യ ചോദിച്ചു, ശ്രീവിദ്യ എന്ന് പറയുന്ന സബ്സ്ക്രൈബ് ചോദിച്ചു, ചേച്ചി എന്നാണോ എന്നാണോ ഞാൻ ഓർക്കുന്നില്ല, ബോഡി ലോഷൻ്റെ പേര് പറയുമോന്ന്. ബോഡി ലോഷൻ്റെ പേര് ഞാൻ കാണിച്ചിട്ടുണ്ട്, സ്പെല്ലിങ് സഹിതം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മല്ലിക രവീന്ദ്രൻ പറയുവാണ്, എൻ്റെ ചേച്ചിയുടെ കാല് സൂപ്പർ കൊതി വന്നു എന്നൊക്കെ. സത്യമാണോ? എൻ്റെ പൊന്നെ, വൃത്തികെട്ട കാലായിരുന്നു. ഇങ്ങനെയൊക്കെ ഇതൊക്കെ തേച്ചാക്കിയെടുത്താട്ടോ. കൊതി വരാനുള്ളതൊക്കെ ഉണ്ടോ? എനിക്കിട്ട് വെച്ചതാണോ ആവോ? എന്താണേലും പറഞ്ഞതിൽ വളരെ സന്തോഷം മല്ലിക രവീന്ദ്രൻ കേട്ടോ. ചക്രയുമ്മ, ശ്രീവിദ്യയ്ക്കും ചക്രയുമ്മ. സുബീന VK ബോഡി ലോഷന്റെ പേര് പറയുമോന്നും ചോദിച്ച് വിട്ടിട്ടുണ്ട്. ഞാൻ ബോഡി ലോഷന്റെ പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സുബീന കുട്ടി. ഓർഗാൻ ലൈഫ്, നമ്മുടെ അജിത ചേച്ചി, നമ്മുടെ അജിത കുട്ടി പറഞ്ഞിട്ടുണ്ട്. പണ്ടത്തെ വീഡിയോയൊക്കെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ ജയക്കിപ്പം നല്ല കളറൊക്കെ വെച്ചിട്ടുണ്ട്, ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. നമ്മുടെ ഓരോ ടിപ്സ് ചെയ്താണ് ഇങ്ങനെയൊക്കെ ഒരു പരുവത്തിൽ എത്തിച്ചേർന്നതെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. എൻ്റെ ചക്കരയുള്ള കാര്യം പറയാണ്. പിന്നെ നമ്മുടെ ഗീതാകുമാരി പറഞ്ഞിരിക്കുന്നു, ജയേ ഇനി കാലിനെയും കൂടെ വെറുതെ വിടത്തില്ലല്ലേന്ന്. നമുക്ക് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം മെയിൻ്റെനൻസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം കേട്ടല്ലോ. അപ്പൊ എല്ലാവരും എല്ലാം നല്ല രീതിയിൽ നോക്കിയാൽ മാത്രമേ നമുക്ക് എപ്പോഴും വൃത്തിയായിട്ട് നടക്കാൻ പറ്റത്തുള്ളൂ. അല്ലേ, അയ്യേ വലിയ ഗമേൽ അവൾ നടക്കുന്നുണ്ട്, അവളുടെ നടപ്പും ഭാവവും കണ്ട് അവളെ കഴിഞ്ഞ് വേറെ ആരും ഇല്ല എന്നുള്ള മട്ടല. പക്ഷെ അവളുടെ കാല് നോക്കിക്ക്, വൃത്തികെട്ട കാല്. വല്ല വൃത്തിയില്ലാതെ നടക്കുവാണെങ്കിൽ വൃത്തി എന്ന് പറയുന്നില്ല എന്ന് നമുക്ക് ആരെക്കൊണ്ടും പറയിപ്പിക്കണ്ട. ആരെക്കൊണ്ടും പറയിപ്പിച്ചില്ലേലും നമ്മുടെ അവകാശമാണ് നമ്മൾ വൃത്തിയായി നടക്കുക എന്നുള്ളതല്ലേ.
പിന്നെ വേറെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഈ ഒരു ഫേസ് പാക്ക് ഡെയിലി നിങ്ങൾ തേച്ച് തുടങ്ങിക്കോട്ടോ. ഞാൻ തേക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇന്ന് തേക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ എന്നാന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഇനിയിപ്പോൾ പുറത്തൊന്നും കൂടെ പോകണം നമുക്ക്. അപ്പം ഇനി മുഖത്തെ നമ്മൾ എത്ര രൂപ കൊടുത്ത് മേടിക്കുന്ന നമ്മുടെ ഓരോ സാധനങ്ങളല്ലേ, അതുകൊണ്ട് അങ്ങനെ വെറുതെ ഒന്നും വേസ്റ്റാക്കി കളയെല്ലാവരും. പൈസ കൊടുത്ത് മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആവശ്യത്തിന് ഉപകരിക്കണം അല്ലേ. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ചങ്ക് സബ്സ്ക്രൈബേഴ്സിനെല്ലാം കെട്ടിപ്പിടിച്ചൊരു ഉമ്മയുണ്ട് എനിക്ക്. കാരണം എനിക്ക് ഉള്ള ആൾക്കാരെക്കാളും ഭയങ്കരമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ എന്നെനിക്കറിയാം കേട്ടോ. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒരു ദിവസം ഒത്തുകൂടണം. അത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. എപ്പോഴാന്ന് വെച്ചാൽ ഞാൻ പറയാം, കാരണം നമുക്ക് ആ സമയം ഞാൻ പറയാം. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഒരു കഥ ഞാൻ പറയാൻ പറയാം. ഞാൻ ഇന്നലെ പുറത്ത് ഞങ്ങൾ പോയായിരുന്നേ, ഞാനും ചേട്ടനും കൂടെ. അപ്പോൾ ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ഭയങ്കര വർത്താനം എല്ലാം പറഞ്ഞ് ഇവിടെ ദേവലോകത്ത് താമസിക്കുന്ന ആ ചേച്ചിയും ചേട്ടനും. അപ്പം ആ ചേച്ചിക്കും ചേട്ടനും രണ്ട് ആമക്കളെ രണ്ടുപേരുടെ കല്യാണം കഴിഞ്ഞു. അവർ സ്വസ്ഥമായിട്ട് അവിടെ താമസിക്കുന്നു. പിന്നെ എന്നോട് ചോദിച്ചു യൂട്യൂബ് ചാനലിൻ്റെയൊക്കെ ചോദിച്ചായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഉണ്ട് ഇങ്ങനെ ഉണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ചേട്ടന് താല്പര്യമില്ല, ചേട്ടൻ സമ്മതിക്കത്തില്ല, നിനക്കിഷ്ടമുണ്ടെന്ന് നീ തുടങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടന് സമ്മതമാണെങ്കിൽ പിന്നെ ആരുടെയും കാര്യം നോക്കണ്ട, ചേച്ചിക്ക് സമ്മതിക്കരുത് തുടങ്ങരുതോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ പേരും എൻ്റെ നമ്പറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ആ ചേച്ചിക്ക് ഭയങ്കര താല്പര്യം. ആ ചേച്ചി എന്നോട് കുറേ കാര്യങ്ങൾ അവിടെ ഇരുന്ന് തന്നെ ചോദിച്ചു. ഞാൻ പറഞ്ഞു 5 കടമ്പകളൊക്കെ നമ്മൾ യൂട്യൂബ് ചാനലിൽ കയറണം എന്നുണ്ടെങ്കിൽ, മോണിറ്റൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, മോണിറ്റൈസേഷൻ വരണം എന്നുണ്ടെങ്കിൽ, അത് കഴിയണം എന്നുണ്ടെങ്കിൽ 5 കടമ്പകളൊക്കെ കടക്കണം. അതെല്ലാം കടന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ രക്ഷപ്പെട്ടു. പിന്നെ നമ്മുടെ വീഡിയോ നമ്മൾ ഡെയിലി ഇട്ടുകൊണ്ടിരിക്കണം. നമുക്ക് നമ്മുടെ ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുകയും ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ ഈ ആൾക്കാർ കാണുന്നോണ്ടല്ലേ നമുക്ക് വ്യൂസ് കിട്ടുന്നതല്ലേ. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ സത്യം പറഞ്ഞ ഒരു കാര്യം നമ്മൾ എപ്പോഴും ചിന്തിച്ചോണം. മറ്റുള്ളവരുടെ ഫോണിൽ അവർ കഷ്ടപ്പെട്ട് റീചാർജ് എല്ലാം ചെയ്ത് വെച്ചേക്കുന്ന സാധനം നമ്മുടെ വീഡിയോ കണ്ട് അവർ കുറേ തീർക്കുന്നു അല്ലേ. അപ്പം അവരോട് നമ്മൾ കടപ്പെട്ടിരിക്കണം. കാരണം എന്നും പറഞ്ഞ് നമ്മളെപ്പോഴും അവരോട് കടപ്പെട്ടിരിക്കും. പക്ഷെ അവർ നമ്മളെ വേറെ മാറ്റി നിർത്തി, എനിക്ക് കുറച്ച് ആൾക്കാരെ അറിയാം, അവർ നമ്മളെ ഒരു മാറ്റിയൊക്കെ നിർത്തിയ വീഡിയോ ഒക്കെ കാണുന്നുണ്ട്. പക്ഷെ നമ്മളെ ചില കാര്യങ്ങൾക്കൊക്കെ മാറ്റിയൊക്കെ നിർത്തുന്നു. അതൊക്കെ കാണുമ്പോൾ നമുക്ക് സങ്കടം വരും അല്ലേ. അങ്ങനല്ല ഞാൻ പറയുന്നത്. നമുക്കെപ്പോഴും അവരോട് സ്നേഹം തന്നെ ഉണ്ട്. കാരണം അവർ നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് അവരുടെ പൈസയാണ് പോകുന്നത്, നമ്മുടെ പൈസയല്ല അല്ലേ പോകുന്നത്. അവർ നെറ്റും ചാർജ് ചെയ്തില്ലാത്തവരാണെങ്കിലും അത് കഷ്ടപ്പെട്ട ചാർജ് ചെയ്യുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറേ ആവട്ടെ എന്നിട്ട് ഞാൻ പറയാം കേട്ടോ. കുറേ എനിക്ക് ഒത്തിരി പൈസയൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ലല്ലോ. കുറച്ചൊക്കെ പൈസയല്ലേ നമുക്ക് കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയാം. അപ്പം ബാക്കി കാര്യം പിന്നെ പറയാം. ഓക്കെ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ കണ്ടു തുടങ്ങിക്കോ. ഞാൻ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് ഇനിയും വരാനുണ്ട്, പറയാനുണ്ട്, ചെയ്യാനുണ്ട്. അപ്പം എല്ലാവരും കയറി വീഡിയോ എല്ലാം കണ്ട് കമൻറ്റ് ഇട്ട് തുടങ്ങിക്കോ. എനിക്ക് കുറേ കാര്യങ്ങളുണ്ട്, അതാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും എന്നെ സപ്പോർട്ടും ചെയ്യണം, ഷെയറും ചെയ്യണം. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ തന്നെ കാണാം. ബൈ.